നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പരസ്യപ്രചരണം അവസാനിച്ചു. നിശബ്ദ പ്രചരണത്തിൻ്റെ മണിക്കൂറുകളാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പ്രസ്താവന കഴിഞ്ഞ ദിവസം മനഃപൂർവ്വമാണോ അതോ ഒരു കാര്യങ്ങൾ പങ്കുവെക്കുന്നതിനിടയിൽ പറഞ്ഞതാണോ എന്നറിയില്ല. ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഈ ഘട്ടത്തിൽ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞ RSSുമായി ജനസംഘവുമായി സഹകരിച്ചിട്ടുണ്ട് എന്നുള്ള ഏറ്റവും പുതിയ സ്റ്റേറ്റ്മെൻറ്റ് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കുമോ എന്നുള്ളതാണ്. കാരണം BJPക്ക് കൃത്യമായ ഒരു സ്ഥാനാർത്ഥിയില്ല. മലയോര മേഖലയിൽ നിന്നുള്ള ക്രൈസ്തവ സമുദായത്തിൽ നിന്നുള്ള ഒരാളെ BJP മെമ്പർഷിപ്പ് കൊടുത്ത് BJP സ്ഥാനാർത്ഥിയാക്കിയതാണ്. മാത്രവുമല്ല BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ പറഞ്ഞിരുന്നത് നിലമ്പൂരിൽ BJP മത്സരിക്കണോ എന്ന കാര്യം ആലോചിക്കുമെന്നാണ്. അപ്പോൾ ഈ ഘട്ടത്തിൽ മത സാമുദായിക വോട്ടുകൾ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും നിർണായകമാകുന്നത് പോലെ ഈ നിലമ്പൂരിലും അത് നിർണായകമാണ്. 43% ഹൈന്ദവ സമുദായത്തിന് വോട്ടുകളുള്ള നിലമ്പൂരിൽ BJP ഒരു ഹൈന്ദവ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, ഒരു ക്രൈസ്തവ സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നു. വേണ്ട നിലയിൽ പ്രചരണ രംഗത്ത് പോലും BJP ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഞങ്ങൾ പണ്ട് RSSുമായി സഹകരിച്ചിട്ടുണ്ട് എന്ന് CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി പറയുമ്പോൾ അതിൻ്റെ വ്യാപ്തി വളരെ വലുതാണ് എന്ന് ചർച്ച ചെയ്യേണ്ടി വരും. തെരഞ്ഞെടുപ്പ് ഏറ്റവും അവസാനത്തെ മണിക്കൂറുകളിലേക്ക് തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ നിലമ്പൂരിൽ മുമ്പ് സംശയിച്ചത് പോലെയുള്ള ചില നീക്കങ്ങൾ നടക്കുമോ? BJPയുടെ വോട്ടുകൾ സ്വരാജിലേക്ക് വരാനുള്ള സാധ്യതയുണ്ടോ? കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന CPM-ൻ്റെ BJP വിമർശകനാണ്, RSS വിമർശകനാണ് സ്വരാജ് എന്നിരിക്കെ നിലമ്പൂരിൽ സ്വരാജിന് വോട്ട് ചെയ്യാൻ BJP പ്രവർത്തകർ തയ്യാറാകുമെന്ന് നമുക്ക് ഒറ്റനോട്ടത്തിൽ വിശ്വസിക്കാൻ വയ്യ. പക്ഷേ സംസ്ഥാന സെക്രട്ടറിയുടെ ഈ മനഃപൂർവ്വമാണോ തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഇതുപോലെ ഒരു പ്രസ്താവന അദ്ദേഹം ഇറക്കിയത്, അതല്ല മാതൃഭൂമിയുടെ മാധ്യമപ്രവർത്തകൻ അഭിലാഷ് മോഹൻ്റെ ചോദ്യത്തിന് മുമ്പ് നടന്ന ഒരു കാര്യം സ്വാഭാവികമായി സൂചിപ്പിച്ചതാണെന്നറിയില്ല. ഏതായാലും ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഈ വിഷയം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ആര്യാടൻ ഷൗക്കത്തിൻ്റെ വിജയത്തെ ഈ ഒരു നീക്കം ബാധിക്കുമോ? PV അൻവർ വോട്ട് മറിക്കും എന്നൊക്കെയുള്ള ചില ധാരണകളുണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്നെല്ലാം വിഭിന്നമായിക്കൊണ്ട് PV അൻവർ ഇരു മുന്നണികളുടെയും വോട്ടുകൾ സമാഹരിച്ചുകൊണ്ട് PV അൻവർ ശക്തി തെളിയിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അദ്ദേഹം എല്ലാ വിഭാഗത്തിൻ്റെയും വോട്ടുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സമസ്തയുടെ നേതാക്കന്മാരുടെ അടുത്തേക്ക് അദ്ദേഹം പോകുന്നു. മുൻ UDF-ലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള VV പ്രകാശിൻ്റെ വീട്ടിൽ പോയി പ്രചരണം നടത്താൻ വീട്ടിൽ പോയിക്കൊണ്ടാണ് പ്രചരണം PV അൻവർ തുടങ്ങിയത് തന്നെ. അപ്പോൾ ഈ ഘട്ടത്തിൽ PV അൻവർ കൃത്യമായിട്ട് ആര്യാടൻ ഷൗക്കത്ത് അദ്ദേഹം മുൻ DCC പ്രസിഡന്റ് കൂടിയായിരുന്ന VV പ്രകാശ് കഴിഞ്ഞ സ്ഥാനാർത്ഥി കൂടിയായിരുന്ന VV പ്രകാശിൻ്റെ വീട്ടിൽ പോകാൻ തയ്യാറ്. കാരണം VV പ്രകാശ് നമുക്കറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് മത്സരിക്കുകയും PV അൻവറാണ് മത്സരിക്കുകയും റിസൾട്ട് വരുന്നതിൻ്റെ ദിവസങ്ങൾക്ക് മുമ്പ് മരണപ്പെടുകയും ചെയ്ത VV പ്രകാശിൻ്റെ വീട്ടിൽ സ്വാഭാവികമായിട്ടും ആര്യാടൻ ഷൗക്കത്ത് പോകേണ്ടതായിരുന്നു. അങ്ങനെ പോയിട്ടില്ല. എന്നാൽ PV അൻവറാണെങ്കിൽ VV പ്രകാശിൻ്റെ വീട്ടിൽ പോയതിന് ശേഷമാണ് പ്രചരണം ആരംഭിച്ചത്. ഇന്നത്തെ പത്രസമ്മേളനത്തിൽ PV അൻവർ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം ആര്യാടൻ ഷൗക്കത്ത് എന്തുകൊണ്ട് VV പ്രകാശിൻ്റെ വീട്ടിൽ പോയില്ല? കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ VV പ്രകാശിനെ തോൽപ്പിക്കാൻ ആര്യാടൻ ഷൗക്കത്ത് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് മനസ്സിലുള്ളത് കൊണ്ടുള്ള വിഷമം കൊണ്ടാണ് പോകാത്തത് എന്ന നിലയിലുള്ള ഒരു ആരോപണം PV അൻവർ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് PV അൻവർ ആർക്കെങ്കിലും വോട്ട് മറിച്ച് എന്തെങ്കിലും നേടുന്നതിന് പകരം തൻ്റെ ശക്തി തെളിയിക്കുക, 25,000 എന്നുള്ളത് 30,000-ഉം 40,000 വോട്ടുകളിലേക്ക് PV അൻവർ പിടിച്ചുകൊണ്ട് തൻ്റെ ശക്തി കരുത്ത് നിലമ്പൂരിൽ തെളിയിക്കുക എന്നതിലേക്ക് PV അൻവർ കൃത്യമായി ലക്ഷ്യമിടുന്നു. സ്വരാജിനെയും അറ്റാക്ക് ചെയ്യുന്നുണ്ട്. കാരണം സ്വരാജ് VS അച്യുതാനന്ദനെ കാണാൻ തയ്യാറായിട്ടില്ല. നമുക്കറിയാം VS അച്യുതാനന്ദനെ ഒരു ഘട്ടത്തിൽ ഏറ്റവും പ്രത്യേകിച്ച് CPM-ലെ ഔദ്യോഗിക പക്ഷവും വിമതപക്ഷവും തമ്മിലുള്ള ശക്തമായ ഫൈറ്റിൻ്റെ കാലഘട്ടത്തിൽ VS അച്യുതാനന്ദനെതിരെ മോശമായ വാക്കുകൾ സ്വരാജ് ഉന്നയിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഘട്ടത്തിൽ എന്തുകൊണ്ട് VS അച്യുതാനന്ദനെ കണ്ട് ഒരു അനുഗ്രഹം വാങ്ങുവാൻ സ്വരാജ് തയ്യാറായില്ല എന്ന ചോദ്യവും PV അൻവർ ഉന്നയിക്കുന്നുണ്ട്. ഈ ഘട്ടത്തിൽ UDF-ൻ്റെയും LDF-ൻ്റെയും സ്ഥാനാർത്ഥികൾക്കെതിരെ വ്യക്തിപരമായും അതുപോലെ തന്നെ രാഷ്ട്രീയമായും ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് PV അൻവർ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി മുന്നോട്ട് പോകുമ്പോൾ
നിലമ്പൂരിൽ ഇരുമുന്നണികളുടെയും വോട്ടുകൾ നേടുക എന്നതിലേക്ക് അൻവർ എത്തുമ്പോൾ വോട്ട് മറിക്കാനുള്ള ഒരു സാധ്യതയും ഇല്ലാത്ത രീതിയിൽ തൻ്റെ കഴിവ് തെളിയിക്കാൻ PV അൻവർ മുന്നോട്ട് പോകുമ്പോൾ BJPയുടെ വോട്ടുകൾ അവിടെ നിർണായകമാണ്. നേരത്തെ സൂചിപ്പിച്ചു, PV അൻവർ ആരുടെയെല്ലാം വോട്ടുകൾ പിടിക്കും എന്ന് നിർണായകമാണ്. മുൻപത്തെ പല കണക്കുകളിൽ നിന്നും വിഭിന്നമായി അവസാന മണിക്കൂറിലേക്ക് പോകുമ്പോൾ UDFിനുണ്ടായിരുന്ന ആത്മവിശ്വാസത്തിൽ കുറവ് വന്നിട്ടുണ്ടോ എന്നാണ് പരിശോധിക്കേണ്ടത്. ഈ ഘട്ടത്തിൽ നമുക്ക് ഒറ്റനോട്ടത്തിൽ UDFിന് വിജയിക്കാൻ സാധ്യതയുള്ള ഒരു സാഹചര്യം എന്ന് നമുക്ക് വിലയിരുത്താമെങ്കിലും PV അൻവർ നടത്തുന്ന ഈ മികച്ച പ്രകടനം അതത്രത്തോളം വലത് ഇടത് മുന്നണികളെ ബാധിക്കുമെന്നുള്ളത് കണ്ടറിയണം. ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആരിടം ഷൗക്കത്തിന് തന്നെയാണ് സാധ്യതയുള്ളത്. എന്നാൽ UDFിൻ്റെ വോട്ടുകളിലേക്ക് കൂടുതൽ കയറി ചെല്ലാൻ PV അൻവറിന് കഴിയുകയും BJPയുടെ വോട്ടുകളിൽ ചിലത് M സ്വരാജിലേക്ക് വരികയും ചെയ്യുമ്പോൾ സാഹചര്യം മാറും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല.